മാങ്ങക്കറി വെക്കാനാണ്. പഴമാങ്ങ ഇത് തൈരൊന്നും ഒഴിക്കാതെ വെക്കാൻ വേണ്ടിയിട്ട്, തേങ്ങയൊന്നും ഇല്ലാതെ ഒരു മാമ്പഴക്കറി വെക്കാനാണ്. ഇത് കുറേ ദിവസം ഇരിക്കുവേ. അപ്പോൾ അതിനകത്ത് കുറേ കരിയാപ്പില ഇട്ടു. ആ മാങ്ങയുടെ കുരു ഇത്രയും മാങ്ങയും കൂടെ ചേർക്കുവാണേ. മാങ്ങ തീരാറായില്ലേ, അപ്പം ഞാൻ കുറച്ചിങ്ങനെ കറിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇടേണ്ടത് ഇത്രയും പച്ചമുളക് ഞാൻ കണ്ടിക്കൊന്നുമില്ലേ, അങ്ങനെ ഇടുവാണേ. പിന്നെ ഇത് ഉള്ളി, ഇത്ര ഉള്ളി, പിന്നെ ഇത്രയും മുളകും കുറച്ച് ഉലുവാപ്പൊടി, കായപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ഇത്രയും ചേർത്താണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പഴമാങ്ങ കറിയെ. അപ്പം ഞാനിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഇത്രയും ഇതിൻ്റെ അകത്ത് കുറച്ച് ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. ആ മുളക് പൊടിയുടെ കൂടെ കുറച്ച് ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്, ഇച്ചിരി കായപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുവാണേ. റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുക്കുവാണേ. ഒരു ഇത്ര മതിയാവുമേ. അപ്പോൾ അത്രയും ചൂടുവെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഒന്ന് ഇളക്കി എല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി ഇത് അതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പിടുവാണേ. ഉപ്പും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുവാണേ. ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതിയേ. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ അടുപ്പിലേക്ക് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇത് കുറേ ദിവസം എത്ര ദിവസം വേണേലും ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതിരിക്കും തോറും നല്ല രുചിയായിരിക്കുമേ. നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണേ. വേറെ എളുപ്പമാണ് ഇത് വയ്ക്കാൻ. ഞാൻ കണ്ടില്ലേ, മാങ്ങ എല്ലാം ഇങ്ങനെ ഇട്ടിട്ട് ചെത്തി എടുത്തിട്ട് ഇങ്ങനെ പുളിയെടുത്ത് അതിൻ്റെ അകത്തേക്ക് ഇത്രയും സാധനം ചേർത്ത് വയ്ക്കണേ. അപ്പം നല്ല ഒരിത് ആയി കഴിയുമ്പം കുറച്ചൊന്ന് കടുകും കൂടെ വറുത്തിട്ട അടിപൊളിയാണ്. പഴത്തിൻ്റെ കറി ഇതാ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ടേ. അപ്പോൾ എല്ലാം വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ടേ. അപ്പം നമ്മൾ ഇതിന് കടുകൊന്നും വറക്കണ്ട കേട്ടോ. കുറച്ച് പച്ചക്കറിയാപ്പിലയും കൂടെ അതിന് മേടിക്കിട്ടിട്ട് ഇത് കുറച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് ഇത് നല്ല തിക്കായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത് 2, 3, 6 മാസം വരെ നമുക്കിത് സൂക്ഷിക്കാം. അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഈ മധുരവും എരിയൊക്കെ കൂടെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളും കൂടെ വെച്ച് നോക്ക്. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു മാമ്പഴക്കറിയാണ്. മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയൊക്കെ മതി. അത് മാത്രമല്ല അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് പ്രത്യേകിച്ചൊന്നും വരട്ടും ഒന്നും വേണ്ട. കുറച്ച് ചെറിയ ഉള്ളിയും. അപ്പോൾ എനിക്കിവിടെ ചെറിയ ഉള്ളി വാങ്ങിച്ച് തീർന്നുകൊണ്ട് ഞാൻ ഒരു സവാള എടുത്തിട്ടാണ് ഇട്ടത്. അപ്പം നമ്മളിത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉള്ളി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കടുക് വറുത്ത് അതിൻ്റെ മീതയിലിടാം. പക്ഷേ ഇടണം നിർബന്ധമൊന്നുമില്ല. അത് ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ ഇടാം. ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റിയാണേ. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ അടച്ച് വെക്കുവാണേ. അപ്പോൾ അടച്ച് വെച്ചിട്ട് നാളെ ഇത് നോക്കുമ്പോൾ നല്ല തിക്കായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത് അച്ചാറൊക്കെ എടുത്ത് വെക്കൂലേ എന്ന് പറഞ്ഞതുപോലെ ഒരു ബോട്ടിലാക്കി എത്ര നാൾ വേണേലും ഇരിക്കും. നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഈ മധുരം എരി ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും, ഇല്ലാത്തവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണേ. നമ്മൾ മാങ്ങയൊക്കെ തീരാൻ പോകണേ. അപ്പോൾ മാങ്ങയൊക്കെ തീരുന്നത് കൊണ്ടാണ് ഞാൻ ഈ മാങ്ങ ഇങ്ങനെ ആക്കി വെച്ചത്. അപ്പം എത്ര വേണമെങ്കിൽ നമ്മൾ നല്ലതായിട്ട് എടുത്തു കഴിഞ്ഞാൽ വെള്ളമൊന്നും പറ്റാതെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നല്ല ബോട്ടിലൊക്കെ ഇട്ട് അടച്ച് വെച്ചാൽ ഫ്രിഡ്ജിൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. ഇത് ചീത്തയാവത്തില്ല. അച്ചാറിൻ്റെയൊക്കെ ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പോൾ ഒരു അച്ചാർ കഴിക്കുന്നത് പോലെ ഇരിക്കും. അപ്പോൾ നാളെ ഇതെടുക്കുമ്പോൾ നല്ല തിക്കായിട്ടിരിക്കും. എത്ര ഇരിക്കുന്നോ അത്രയും ടേസ്റ്റിന് കൂടും.